നെക്സ്റ്റ് നമ്മൾ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം കേസ് 2 ആണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു ഫ്രാക്ഷണൽ ഫോം ആണ്. ആ ഫ്രാക്ഷണൽ ഫോം അനുസരിച്ച് പല രീതിയിൽ ഡിനോമിനേറ്റർ ഫാക്ടേഴ്സ് വരും. അപ്പോൾ നമ്മൾ സെക്കൻഡ് കേസ് നോക്കാം. ഫാക്ടേഴ്സ് ആർ ലീനിയർ ആൻഡ് റിപ്പീറ്റഡ്. ഇപ്പോൾ ലീനിയർ എന്ന് പറഞ്ഞാൽ ഫാക്ടേഴ്സ് ഡിനോമിനേറ്റർ ഫാക്ടേഴ്സ് എന്താണ്, ലീനിയർ ആണ്. ലീനിയർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡിഗ്രി തന്നെയാണ്. പക്ഷേ ഇത് സെയിം ഫാക്ടർ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നു. അതായത് എസ് പ്ലസ് ബി n ടൈംസ് വരുന്നുണ്ട്. അതായത് എസ് ഈസിക്കൽ ടു മൈനസ് ബി, എസ് ഈസിക്കൽ ടു മൈനസ് ബി, എസ് ഈസിക്കൽ ടു മൈനസ് ബി എന്നുള്ള ഫാക്ടർ കുറെ തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ ആ കേസിൽ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കുന്നത് എ ബൈ എസ് പ്ലസ് എ. ദെൻ ഈ ബി എത്ര തവണയാണോ ഉള്ളത് അത്രയും ടേംസ് നമുക്ക് താഴെ എഴുതണം. ദാറ്റ് ഈസ് b1 ബൈ എസ് പ്ലസ് ബി, ദെൻ b2 ബൈ എസ് പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് b3 ബൈ എസ് പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര അപ് ടു എത്ര ടേംസ് ഉണ്ടോ അത് എഴുതുക. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. Find the inverse Laplace transform of f of s equal to s square minus 15s minus 11 by s plus 1 into s minus 2 the whole square. അപ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുക ഡിഗ്രി ഓഫ് ന്യൂമറേറ്റർ ഡിഗ്രി ഓഫ് ഡിനോമിനേറ്ററിനേക്കാൾ ചെറുതാണോ? ചെറുതാണ്. ഇവിടെ എസ് ക്യൂബ് വരും, ഇവിടെ എസ് സ്ക്വയറേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാൻ പറ്റും. പിന്നെ ചെക്ക് ചെയ്യുക ഡിനോമിനേറ്റർ. ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡിഗ്രി ആണ്. പക്ഷെ എന്താണ്, ഒരു ഫാക്ടർ ഒന്നിൽ കൂടുതൽ തവണ എന്ത് ചെയ്യുന്നു, റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഏത് ഫോം എടുക്കുക, നമ്മൾ ഇക്വേഷൻ എടുത്ത് എഴുതുക 15s മൈനസ് 11 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 ഇൻറ്റു എസ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ. അപ്പൊ പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കുമ്പം റിപ്പീറ്റഡ് അല്ലാത്ത ഫാക്ടറിനെ എഴുതി, റിപ്പീറ്റഡ് ആയ ഫാക്ടറിനെ ഫസ്റ്റ് ഫാക്ടർ b1 ബൈ എസ് മൈനസ് 2, അടുത്തത് b2 ബൈ എസ് മൈനസ് 2 ദി ഹോൾ സ്ക്വയർ. ഈ ഫോർമാറ്റിലാണ് എഴുതേണ്ടത്. ഇനി തേർഡ് ഒരു ഫാക്ടർ ഉണ്ടായിരുന്നെങ്കിൽ എസ് മൈനസ് b3 ബൈ എസ് മൈനസ് 2 ദി ഹോൾ ക്യൂബ് എന്ന് എഴുതി. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് നമ്മൾ ഇതിന്റെ LCM എടുക്കുക. റൈറ്റ് സൈഡിൽ LCM എടുക്കുക. അപ്പൊ എന്ത് വരും, എസ് പ്ലസ് 1 ഇൻറ്റു എസ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ ആയിരിക്കും LCM അല്ലേ. അപ്പൊ എ ബൈ എസ് പ്ലസ് 1 ഇൻറ്റു LCM ചെയ്യുമ്പം എസ് പ്ലസ് 1ഉം എസ് പ്ലസ് 1ഉം ക്യാൻസൽ ചെയ്ത് പോവും. എ ഇൻറ്റു എസ് മൈനസ് 2 ദി ഹോൾ സ്ക്വയർ. ഓക്കെ ആണല്ലോ. അതുപോലെ നമുക്ക് അടുത്ത ടേം ചെയ്യാം. അടുത്ത ടേമിൽ പാർഷ്യൽ ഫ്രാക്ഷൻ എടുക്കുമ്പോഴത്തേക്കും ബി മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എന്ത് കിട്ടും, അതിന്റെ നെക്സ്റ്റ് നമ്മൾ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം കേസ് 2 ആണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു ഫ്രാക്ഷണൽ ഫോം ആണ്. ആ ഫ്രാക്ഷണൽ ഫോം അനുസരിച്ച് പല രീതിയിൽ ഡിനോമിനേറ്റർ ഫാക്ടേഴ്സ് വരും. അപ്പോൾ നമ്മൾ സെക്കൻഡ് കേസ് നോക്കാം. ഫാക്ടേഴ്സ് ആർ ലീനിയർ ആൻഡ് റിപ്പീറ്റഡ്. ഇപ്പൊ ലീനിയർ എന്ന് പറഞ്ഞാൽ ഫാക്ടേഴ്സ് ഡിനോമിനേറ്റർ ഫാക്ടേഴ്സ് എന്താണ്, ലീനിയർ ആണ്. ലീനിയർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡിഗ്രി തന്നെയാണ്. പക്ഷെ ഇത് സെയിം ഫാക്ടർ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നു. അതായത് എസ് പ്ലസ് ബി n ടൈംസ് വരുന്നുണ്ട്. അതായത് എസ് ഈസിക്കൽ ടു മൈനസ് ബി, എസ് ഈസിക്കൽ ടു മൈനസ് ബി, എസ് ഈസിക്കൽ ടു മൈനസ് ബി എന്നുള്ള ഫാക്ടർ കുറെ തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ ആ കേസിൽ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കുന്നത് എ ബൈ എസ് പ്ലസ് എ. ദെൻ ഈ ബി എത്ര തവണയാണോ ഉള്ളത് അത്രയും ടേംസ് നമുക്ക് താഴെ എഴുതണം. ദാറ്റ് ഈസ് b1 ബൈ എസ് പ്ലസ് ബി, ദെൻ b2 ബൈ എസ് പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് b3 ബൈ എസ് പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര അപ് ടു എത്ര ടേംസ് ഉണ്ടോ അത് എഴുതുക. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. Find the inverse Laplace transform of f of s equal to s square minus 15s minus 11 by s plus 1 into s minus 2 the whole square. അപ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുക ഡിഗ്രി ഓഫ് ന്യൂമറേറ്റർ ഡിഗ്രി ഓഫ് ഡിനോമിനേറ്ററിനേക്കാൾ ചെറുതാണോ? ചെറുതാണ്. ഇവിടെ എസ് ക്യൂബ് വരും, ഇവിടെ എസ് സ്ക്വയറേ ഉള്ളൂ. അപ്പൊ നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാൻ പറ്റും. പിന്നെ ചെക്ക് ചെയ്യുക ഡിനോമിനേറ്റർ. ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡിഗ്രി ആണ്. പക്ഷെ എന്താണ്, ഒരു ഫാക്ടർ ഒന്നിൽ കൂടുതൽ തവണ എന്ത് ചെയ്യുന്നു, റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഏത് ഫോം എടുക്കുക, നമ്മൾ ഇക്വേഷൻ എടുത്ത് എഴുതുക 15s മൈനസ് 11 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 ഇൻറ്റു എസ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ. അപ്പൊ പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കുമ്പം റിപ്പീറ്റഡ് അല്ലാത്ത ഫാക്ടറിനെ എഴുതി, റിപ്പീറ്റഡ് ആയ ഫാക്ടറിനെ ഫസ്റ്റ് ഫാക്ടർ b1 ബൈ എസ് മൈനസ് 2, അടുത്തത് b2 ബൈ എസ് മൈനസ് 2 ദി ഹോൾ സ്ക്വയർ. ഈ ഫോർമാറ്റിലാണ് എഴുതേണ്ടത്. ഇനി തേർഡ് ഒരു ഫാക്ടർ ഉണ്ടായിരുന്നെങ്കിൽ എസ് മൈനസ് b3 ബൈ എസ് മൈനസ് 2 ദി ഹോൾ ക്യൂബ് എന്ന് എഴുതി. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് നമ്മൾ ഇതിന്റെ LCM എടുക്കുക. റൈറ്റ് സൈഡിൽ LCM എടുക്കുക. അപ്പൊ എന്ത് വരും,
എസ് പ്ലസ് 1 ഇൻറ്റു എസ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ ആയിരിക്കും എൽ സി എം അല്ലേ. അപ്പൊ എ ബൈ എസ് പ്ലസ് 1 ഇൻറ്റു എൽ സി എം ചെയ്യുമ്പം എസ് പ്ലസ് 1 എസ് പ്ലസ് 1 ക്യാൻസൽ ചെയ്ത് പോവും. എ ഇൻറ്റു എസ് മൈനസ് 2 ദി ഹോൾ സ്ക്വയർ. ഓക്കെ ആണല്ലോ. അതുപോലെ നമുക്ക് അടുത്ത ടേം ചെയ്യാം. അടുത്ത ടേമിൽ പാർഷ്യൽ ഫ്രാക്ഷൻ എടുക്കുമ്പോഴത്തേക്കും നെക്സ്റ്റ് ടേം എൽ സി എടുക്കുമ്പോഴത്തേക്കും b1 ബൈ എസ് മൈനസ് 2 ഇൻറ്റു ഈ എൽ സി എം. അപ്പോൾ എസ് മൈനസ് 2 ക്യാൻസൽ ചെയ്ത് പോകും. റിമൈനിങ് എസ് പ്ലസ് 1 ഇൻറ്റു എസ് മൈനസ് 2 പ്ലസ് b2 ഇൻറ്റു എൽ സി എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എസ് പ്ലസ് 1 ഇൻറ്റു എസ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ എസ് മൈനസ് 2 ദ ഹോൾ സ്ക്വയറും എസ് മൈനസ് 2 ദ ഹോൾ സ്ക്വയറും വെട്ടിപ്പോവും. എസ് പ്ലസ് 1 ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ എസ് സ്ക്വയർ മൈനസ് 15s മൈനസ് 11 എസ് പ്ലസ് 1 ഇൻറ്റു എസ് മൈനസ് 2 ദി ഹോൾ സ്ക്വയർ. അപ്പോൾ ഈ ഡിനോമിനേറ്റർ ക്യാൻസൽ ചെയ്ത് പോവും. അപ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്, ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. എ ഇൻറ്റു എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ അല്ലേ. എസ് സ്ക്വയർ മൈനസ് 4s പ്ലസ് 4 പ്ലസ് b1 ഇൻറ്റു എസ് സ്ക്വയർ മൈനസ് 2s പ്ലസ് എസ് അല്ലേ. That is minus s minus 2 plus b2 into s plus 1. ഇനി എസ് സ്ക്വയറിൻ്റെ ടേംസ് എല്ലാം ഒരുമിച്ച് എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എ പ്ലസ് b1 ഇൻറ്റു എസ് സ്ക്വയർ. ഇനി എസിൻ്റെ ടേംസ് എല്ലാം ഒരുമിച്ച് എഴുതാം. എസിൻ്റെ ടേംസ് എന്തൊക്കെ വരും? മൈനസ് 4a ഇതിനകത്ത് എസിൻ്റെ ടേംസ് എന്ത് വരും? മൈനസ് b1. ഇതിനകത്ത് എസിൻ്റെ ടേം എന്ത് വരും? പ്ലസ് b2 ഇൻറ്റു എസ്. ഈ കോൺസ്റ്റന്റ് എന്ത് വരും? 4a ഇവിടെ മൈനസ് 2b 4a മൈനസ് 2b1 പ്ലസ് b2. ഓക്കെ ആണല്ലോ. അപ്പം നമുക്ക് എസ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് ആയി. അപ്പം നമ്മൾ എന്തിനാണ് ഇങ്ങനെ ആക്കിയത്? എസ് സ്ക്വയർ മൈനസ് 15s മൈനസ്. അപ്പം നമ്മൾ എസ് സ്ക്വയറിൻ്റെതുണ്ട്, എസിൻ്റെ ടേം ഉണ്ട്, ഒരു കോൺസ്റ്റൻറ്റും ഉണ്ട്. അപ്പോൾ ഈ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും സെയിം ആണ് അല്ലേ. അപ്പോൾ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും നമുക്ക് കോഎഫിഷ്യൻസിനെ ഇക്വേറ്റ് ചെയ്യാം. എസ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് ഇവിടെ എന്താണ്? എ പ്ലസ് b1. എൽ എച്ച് എസിൽ എന്താണ്? 1. എസ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് 1. എസിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണ്? മൈനസ് 4a പ്ലസ് മൈനസ് b1 പ്ലസ് b2 ഈക്വൽ ടു എന്താണ്? മൈനസ് 50. ദെൻ 4a മൈനസ് 2b1 പ്ലസ് b2. 4a മൈനസ് 2b1 പ്ലസ് b2 ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്താണ്? മൈനസ് 11. ഓക്കെ ആണല്ലോ. അപ്പം നമുക്ക് 3 ഇക്വേഷൻസും 3 അൺനോൺസും ആണ്. അപ്പം കാൽക്കുലേറ്ററിൽ ഇട്ട് കൊടുത്താൽ നമുക്കതിൻ്റെ സൊല്യൂഷൻ കിട്ടും. നമുക്ക് കാൽക്കുലേറ്ററിൽ ഇത് സോൾവ് ചെയ്യാം. മോഡ് ഇക്വേഷൻ എടുത്തു. ദെൻ അൺനോൺസ് 3 ആണ്. സെക്കൻഡ് കാൽക്കുലേറ്റ് ചെയ്തു. ആദ്യത്തിനകത്ത് 1, എയുടെ കോഎഫിഷ്യൻ്റ് 1, b1ൻ്റെ കോഎഫിഷ്യൻ്റ് 1, b2 0, കോൺസ്റ്റൻറ്റ് 1. സെക്കൻഡ് ഇക്വേഷനിൽ എയിലെ കോഎഫിഷ്യൻ്റ് മൈനസ് 4, മൈനസ് 1, ദെൻ 1, മൈനസ് 50. ദെൻ തേർഡിൽ എയിലെ കോഎഫിഷ്യൻ്റ് 4, b1ൻ്റെത് മൈനസ് 2, b2ൻ്റെത് 1, ദെൻ കോൺസ്റ്റൻറ്റ് മൈനസ് 11. അപ്പോൾ നമുക്കിത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും എയുടെ വാല്യൂ 5/9, ബിയുടെ വാല്യൂ 4/9, b1, b2ൻ്റെ വാല്യൂ മൈനസ് 37/3. എയുടെ വാല്യൂ 5/9, b1 4/9, b2 മൈനസ് 37/3 കിട്ടും. അപ്പോൾ ഈ വാല്യൂസ് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? f(s) എന്നുള്ള ഫാക്ടർ
എ ബൈ എസ് പ്ലസ് 1 ആണ്. സോ എ ഇസ് 5/9 ബൈ എസ് പ്ലസ് 1 പ്ലസ് B1 എത്രയാണ് കിട്ടിയത്? 4/9 ബൈ എസ് മൈനസ് 2 പ്ലസ് മൈനസ് 37/3 എസ് മൈനസ് 2 ദി ഹോൾ സ്ക്വയർ. ഇതിന്റെ ഇൻവേഴ്സ് എടുക്കാൻ നമുക്ക് എളുപ്പമാണ്. ലാപ്ലാസ് ഇൻവേഴ്സ് ഈക്വൽ ടു 5/9. 1 ബൈ എസ് പ്ലസ് എയുടെ ലാപ്ലാസ് എന്താണ്? ഇ റൈസ് ടു മൈനസ് 80. എയുടെ സ്ഥാനത്ത് 1 ആണ്. പ്ലസ് 4/9 ഇ റൈസ് ടു മൈനസ് നെക്സ്റ്റ് മൈനസ് 37/3 ലാപ്ലാസ് ഓഫ് 1 ബൈ എസ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ. അപ്പൊ ഇത് നമ്മൾ കുറച്ചൊന്ന് ആലോചിക്കണം. 1 ബൈ എസ് സ്ക്വയറിന്റെ എന്താണ്? ടി ആണ്. പക്ഷെ എസിന്റെ സ്ഥാനത്ത് എസ് മൈനസ് 2 വന്നു. അപ്പൊ ഈ ടൈം ഡൊമൈനിൽ എന്ത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഇ റൈസ് ടു 2t വെച്ചിട്ട് ടീനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന്റെ ലാപ്ലാസ് ആയിരിക്കും 1 ബൈ എസ് മൈനസ് 2 ദി ഹോൾ സ്ക്വയർ. അപ്പം പ്രോപ്പർട്ടിയും ഇൻവേഴ്സും തറവായിരിക്കണം. അപ്പൊ എന്താണ്? 1 ബൈ എസ് സ്ക്വയർ ആണെങ്കിൽ ടി ആണ് ഇൻവേഴ്സ്. പക്ഷെ 1 ബൈ എസ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ ആ വന്നേക്കുന്നത്. അപ്പൊ എസിന്റെ സ്ഥാനത്ത് എസ് മൈനസ് എ വന്നത്. അപ്പം ഇൻപുട്ടിൽ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഇ റൈസ് ടു പ്ലസ് 80, അതായത് ഇ റൈസ് ടു 2t ഇൻറ്റു ടി. ഓക്കെ ആണല്ലോ. അപ്പൊ ആൻസർ എന്ത് വരും? ഇതാണ് ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം.